കഥയാരംഭിക്കുന്നത് മുൻകാല ഇറ്റാലിയൻ സ്പെഷ്യൽ ഫോഴ്സസ് ഓഫീസറായിരുന്ന ലിയോണിഡയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ലിയോണിഡ ഏറെ കഴിവുതികഞ്ഞ ഒരു ഓഫീസറായിരുന്നു. മറ്റുള്ളവർക്ക് അസാധ്യമെന്ന് തോന്നുന്ന പല ഓപ്പറേഷൻസും ഏറ്റെടുത്ത് സക്സസ്ഫുൾ ആക്കിയ ചരിത്രം അയാൾക്കുണ്ട്. പക്ഷേ ലിയോണിഡയുടെ സർവീസിൽ അവസാനത്തെ മിഷൻ ലിയോ കേൾപ്പിച്ച ആഘാതം വളരെ വലുതായിരുന്നു. അന്നത്തെ കാഴ്ചകളും അനുഭവങ്ങളും വളരെ വലിയൊരു ട്രോമയിലേക്ക് ലിയോയെ തള്ളിവിട്ടു. ലിയോണിഡ എന്ന ലിയോ അതിൽ പിന്നെ വലിയ രീതിയിൽ ഡിപ്രഷനിലേക്ക് പോയി. സ്ഥിരമായി ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ട് മരുന്നൊക്കെ സ്വീകരിച്ചായിരുന്നു അദ്ദേഹം ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സർവീസിൽ നിന്നും അദ്ദേഹം വിരമിക്കുകയും ചെയ്തിരുന്നു. ഒരു ദിവസം ലിയോണിഡ തന്റെ മകൾ തെരേസയെ കാണാൻ സ്കൂളിൽ പോയി. തെരേസയപ്പോൾ തന്റെ സ്കൂൾമേറ്റ്സിനൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ലിയോണിഡ തന്റെ മകൻ മറ്റേയോയെ കാണാൻ ചെന്നു. പക്ഷേ മറ്റേയോക്ക് അച്ഛനെ കണ്ടതും അദ്ദേഹത്തിന്റെ പ്രസൻസ് പോലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അച്ഛൻ തങ്ങളെ ഉപേക്ഷിച്ചു പോയതാണ് എന്നായിരുന്നു മറ്റേയോ ചിന്തിച്ചിരുന്നത്. ലിയോണിഡ തന്റെ കുടുംബത്തിനൊപ്പമായിരുന്നില്ല അപ്പോൾ താമസിച്ചിരുന്നത്, തനിച്ചായിരുന്നു. അവിടെ നിന്നും ലിയോണിഡ തന്റെ ഭാര്യ ഏഞ്ചലയെ ചെന്നു കണ്ടു. ഏഞ്ചലയോട് സംസാരിച്ചു. കൂടുതലും കുട്ടികളുടെ കാര്യങ്ങളും ഫിനാൻഷ്യൽ കാര്യങ്ങളുമൊക്കെയായിരുന്നു സംസാരത്തിൽ കടന്നു വന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ലിയോണിഡ കുടുംബത്തിൽ നിന്ന് അകന്നാണ് ജീവിക്കുന്നത്. അതിന്റെ പ്രധാന കാരണം അദ്ദേഹത്തിനുണ്ടായ ട്രോമയായിരുന്നു. ഡിപ്രഷനും മാനസിക പ്രശ്നങ്ങളും കാരണം കുടുംബത്തിനൊപ്പം താമസിച്ചാൽ താൻ അവർക്കെന്തെങ്കിലും അപകടം തീർക്കുമോ, വീട്ടിൽ പ്രശ്നമുണ്ടാക്കുമോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ടായിരുന്നു അദ്ദേഹം മറ്റൊരു വീടെടുത്ത് താമസിക്കാനും തുടങ്ങിയത്. അന്ന് ലിയോണിഡ ഭാര്യയോട് മനസ്സു തുറന്ന് സംസാരിച്ചു. തന്റെ ഈ കണ്ടീഷൻ, തന്റെ ഈ അസുഖം ഭേദപ്പെട്ടാൽ കുടുംബത്തിലേക്ക് തന്നെ താൻ തിരികെയെത്തും എന്ന് ലിയോണിഡ ഭാര്യയോട് പറഞ്ഞു. അന്ന് രാത്രിയിൽ ഏഞ്ചലയ്ക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മകൻ മറ്റിയോയുടെ യാത്ര പറഞ്ഞ് ഏഞ്ചല മീറ്റിംഗിനായി പുറപ്പെട്ടു. പോകുന്നതിന് മുമ്പ് മകൾ ട്രീസയുമായി ഭക്ഷണം കഴിക്കാൻ പുറത്തു പോകണമെന്നും മോളെ നല്ല രീതിയിൽ നോക്കണം എന്നും മറ്റിയോട് ഏഞ്ചല എടുത്തു പറഞ്ഞിരുന്നു. മറ്റേയോ പിന്നാലെ തന്റെ സഹോദരിയുമായി അടുത്തുള്ള ഒരു ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റിലെത്തി. തെരേസ, അച്ഛന്റെ വീട്ടിലേക്ക് നമുക്ക് പോയാലോ, എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാമോ എന്ന് ചേട്ടനോട് ചോദിച്ചതാണെങ്കിലും ലിയോയോട് ദേഷ്യമുള്ള മറ്റേയോ അത് ചെയ്തില്ല. അവരിരുവരും റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിച്ചിരിക്കുമ്പോ മറ്റേയോടെ രണ്ട് സുഹൃത്തുക്കൾ റെസ്റ്റോറന്റിന്റെ പുറത്തു വന്നു. അവളോട് ഭക്ഷണം കഴിക്കൽ തുടർന്ന് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ മറ്റേയോ പുറത്തേക്കിറങ്ങി. പിന്നാലെ മറ്റേയോ രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പം മാറി നിന്ന് സംസാരിക്കാൻ തുടങ്ങി. അവര് സിഗരറ്റ് വലിക്കാൻ മറ്റും ചെയ്യുന്നുണ്ടായിരുന്നു. കൂട്ടുകാരോടൊത്ത് സന്തോഷത്തോടെ സംസാരിച്ചു നിൽക്കുന്നതിനിടയിൽ സഹോദരി തനിക്ക് വേണ്ടി റെസ്റ്റോറന്റിൽ കാത്തിരിക്കുകയാണ് എന്ന കാര്യം വരെ മറ്റേയോ വിട്ടുപോയിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് സഹോദരിയെ തിരഞ്ഞ് മറ്റേയോ റെസ്റ്റോറന്റിലേക്ക് വന്നു. അവിടെ തെരേസയെ കാണുന്നുണ്ടായിരുന്നില്ല. മറ്റേയോ ആകെ വല്ലാതെ ഷോക്കാകുന്നുണ്ട്. പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന വെയിട്രസിനോടും മറ്റുമായി മറ്റേയോ സഹോദരിയെ പറ്റിയുള്ള കാര്യങ്ങൾ തിരക്കി. ജീപ്പിൽ വന്നൊരു വ്യക്തി ബലമായി തെരേസയെ പിടിച്ചുകൊണ്ടുപോയി എന്ന വിവരം അവിടുത്തെ വെയിട്രസിൽ നിന്നും മറ്റേയോ അറിയുകയാണ്. മറ്റേയോ വല്ലാതെ പാനിക്കായി പോയിരുന്നു. ഉടനടി തന്റെ അച്ഛനെ വിളിച്ച് തെരേസയെ കടത്തിക്കൊണ്ടുപോയ വിവരത്തെപ്പറ്റി പറഞ്ഞു. മറ്റേയോ ഉടനടി ആ വിവരം പോലീസിലും റിപ്പോർട്ട് ചെയ്തിരുന്നു. എങ്ങനെയും തന്റെ സഹോദരിയെ വേഗം കണ്ടെത്തണം എന്നു മാത്രമായിരുന്നു അവൻ ചിന്തിച്ചത്. അധികം വൈകാതെ ലിയോ സംഭവ സ്ഥലത്തേക്കെത്തി. കൂട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരും എത്തിച്ചേർന്നിരുന്നു. ഡിറ്റക്റ്റീവ് സിമിനുറ്റിയായിരുന്നു കേസന്വേഷണത്തിന്റെ നേതൃത്വമുള്ള ഓഫീസർ. അങ്ങോട്ടേക്കെത്തിയ സിമിനുറ്റി ലിയോയുമായി സംസാരിച്ചു. പരിസര പ്രദേശത്തൊക്കെയായി പട്രോളിംഗ് കനത്ത രീതിയിലാക്കിയിട്ടുണ്ടെന്നും തന്റെ ആളുകൾ കുട്ടിയെ കണ്ടെത്താൻ പരമാവധി വർക്ക് ചെയ്യുന്നുണ്ട് എന്നും സിമിനുറ്റി ലിയോയെ അറിയിച്ചു. ആ സമയം സിമിനുറ്റിക്ക് ഒരു ഇൻഫർമേഷൻ ലഭിച്ചു. സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു ജീപ്പ് കണ്ടെത്തിയിരിക്കുന്നു. ജീപ്പ് തടയാൻ ശ്രമിച്ചപ്പോ നിർത്താതെ അത് പോവുകയും ചെയ്തു. സിമിനുറ്റി വിവരമറിഞ്ഞതും തന്റെ ആളുകളോട് ജീപ്പ് കണ്ട ഇടവും മറ്റും പറയാൻ അങ്ങോട്ടേക്ക് ചെന്നു. വിവരമൊക്കെ കേട്ടിരുന്ന ലിയോക്ക് കാത്തു നിൽക്കാൻ സമയമുണ്ടായിരുന്നില്ല. സിമിനുറ്റിയുടെ തന്നെ വാഹനമെടുത്ത് ലിയോ സിമിനുറ്റി പറഞ്ഞു കേട്ട ലൊക്കേഷനിലേക്ക് വേഗത്തിൽ പുറപ്പെടുകയാണ്. സിമിനുറ്റിയുടെ കാറിലുള്ള പോലീസ് റേഡിയോയുടെ സഹായത്താലും ലൊക്കേഷൻ കിട്ടിയതുകൊണ്ടും അങ്ങോട്ടേക്ക് വേഗത്തിൽ പുറപ്പെട്ടു ചെല്ലാൻ ലിയോക്ക് സാധിക്കുന്നുണ്ട്. ഒടുവിലൊരു ഷോർട്ട് കട്ടിലൂടെ കടന്നു ചെന്ന ലിയോക്ക് ജീപ്പിനടുത്തെത്താൻ സാധിച്ചു. ഓടിച്ചെന്ന് ജീപ്പിലേക്ക് പിടിച്ചു കയറാൻ ലിയോ ശ്രമിച്ചെങ്കിലും കിഡ്നാപ്പർ ജീപ്പ് വെട്ടിച്ച് ലിയോയെ താഴെ വീഴ്ത്തി. ശേഷം വേഗത്തിൽ ജീപ്പ് ഓടിച്ചു പോയി. ഇതേസമയം മറുവശത്ത് ഏഞ്ചല തന്റെ മകളുടെ തട്ടിക്കൊണ്ടുപോകൽ വിവരം അറിഞ്ഞിരുന്നു. ഏഞ്ചല ആകെ വല്ലാതായി. ഇതേസമയം സിമിനോട്ടിയും മറ്റുമാകട്ടെ ആരാണ്
ആരാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്ന കാര്യം അനലൈസ് ചെയ്യുകയായിരുന്നു. ഏഞ്ചലയുടെയും ലിയോനാർഡോയുടെയും ബാക്ക്ഗ്രൗണ്ട് അവർ പരിശോധിച്ചു. പരിശോധനയിൽ ലിയോനാർഡോ വളരെ മികവുറ്റ ഒരു സ്പെഷ്യൽ ഫോഴ്സസ് ഓഫീസറായിരുന്നു എന്നവർ തിരിച്ചറിഞ്ഞു. പ്രത്യേകിച്ചും അദ്ദേഹം ടീം ക്യാപ്റ്റൻ ആയിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ US ഗവൺമെന്റ് യുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ USനെ സപ്പോർട്ട് ചെയ്ത് പ്രവർത്തിച്ച ടീം അംഗം വിവരങ്ങൾ ശേഖരിക്കുന്നതിനിടയിൽ അവസാന മിഷനിൽ സംഭവിച്ച അപകടവും അതിനുശേഷം ലിയോയുടെ മാനസിക നിലക്കേറ്റ ആഘാതവുമൊക്കെ സിമനോട്ടി മനസ്സിലാക്കുന്നുണ്ട്. ലിയോണിഡയുടെ പഴയകാലത്തെ ഏതെങ്കിലും ശത്രുവായിരിക്കുമോ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ എന്ന് സിമനോട്ടി സംശയിക്കാൻ തുടങ്ങി. പിന്നാലെ തന്റെ കൂടെയുള്ള ഓഫീസറോട് ലിയോയുടെ മേലൊരു കണ്ണു വെക്കണമെന്നും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയവരെ അന്വേഷിച്ച് അയാൾ പോവാൻ സാധ്യതയുണ്ടെന്നും അയാൾ മറ്റുള്ളവർക്ക് അപകടം വരുത്താതെ നോക്കണമെന്നും സിമനോട്ടി പ്രത്യേകം പറഞ്ഞു. താഴെ വീണ ലിയോയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയവൻ രക്ഷപ്പെട്ടിരുന്നല്ലോ. ലിയോ അതോടെ കാര്യങ്ങൾ തന്റെ രീതിയിൽ അന്വേഷിക്കാൻ തുടങ്ങി. മയക്കുമരുന്ന് വിൽക്കുന്ന ഒരാളെ കണ്ടെത്തി അയാളെ ചോദ്യം ചെയ്ത് വിവരമറിയാനായിരുന്നു ലിയോയുടെ ശ്രമം. മയക്കുമരുന്ന് വിതരണക്കാർക്ക് പൊതുവെ നഗരത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളെപ്പറ്റി അറിവ് ലഭിക്കാറുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും വിവരം കിട്ടുമോ എന്നായിരുന്നു ലിയോ അന്വേഷിച്ചത്. കുറച്ച് മയക്കുമരുന്ന് വിൽപ്പനക്കാരെ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ വെച്ച് കടന്നാക്രമിച്ച് അവരിൽ നിന്ന് വിവരം നേടിയ ലിയോ കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ക്ലബിലേക്ക് എത്തി. അവിടെ വെച്ച് ഒരു ലേഡി ഒരു ജീപ്പിനെ പറ്റിയും കൊച്ചുകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിനെ പറ്റിയുമൊക്കെ ഫോണിൽ സംസാരിക്കുന്നത് ലിയോ കേൾക്കുന്നുണ്ടായിരുന്നു. അതോടെ ആ ലേഡിയെ ലിയോ പിന്തുടരാൻ തുടങ്ങി. ആ ലേഡി പോയതാകട്ടെ തന്റെ ബോയ് ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ തെരേസയെ തട്ടിക്കൊണ്ടുപോയ അതേ യുവാവിനെ തന്നെ. അവനായിരുന്നു ആ ലേഡിയുടെ ബോയ് ഫ്രണ്ട്. മറഞ്ഞിരുന്നവരുടെ സംസാരമൊക്കെ കേട്ട് ലിയോ ഒരു കാര്യം മനസ്സിലാക്കി. തട്ടിക്കൊണ്ടുപോയവൻ തെരേസയെ മറ്റൊരാൾക്ക് വിറ്റിരിക്കുന്നു. അതിനവന് പണവും കിട്ടി. പണം കണ്ടതും അവന്റെ ഗേൾഫ്രണ്ട് സന്തോഷത്തിലാവുകയും ചെയ്തിരുന്നു. ദേഷ്യം കനത്ത ലിയോ അകത്തേക്ക് കടന്നു ചെന്നു. തട്ടിക്കൊണ്ടുപോയവനെ വലിയ തോതിൽ കൈകാര്യം ചെയ്യാൻ ആരംഭിച്ചു. ലിയോ വന്നത് കണ്ടതും ഭയന്ന ഗേൾഫ്രണ്ട് ആകട്ടെ വേഗത്തിൽ പണവും എടുത്ത് അവിടെ നിന്ന് മുങ്ങാൻ ശ്രമിച്ചു. പരസ്പരമുള്ള പോരാട്ടത്തിൽ ലിയോയുടെ വയറിൽ കുത്തേറ്റു. എന്നിരുന്നാലും ലിയോ തട്ടിക്കൊണ്ടുപോയവനെ കനത്ത രീതിയിൽ മർദ്ദിച്ച് കഴുത്തറുത്തു വീഴ്ത്തി. അവനോട് ആർക്കാണ് തെരേസയെ വിറ്റത് എന്ന് ചോദിച്ചറിയുന്നതിന് മുമ്പേ അവൻ മരണപ്പെട്ടിരുന്നു. ലിയോ അതോടെ ആ ഗേൾഫ്രണ്ടിനെ ഫോളോ ചെയ്യാൻ ആരംഭിച്ചു. പക്ഷേ ലിയോയുടെ അടുത്തു നിന്നും അവൾ രക്ഷപ്പെട്ടു പോയി. ലിയോ തിരികെ വന്ന് തട്ടിക്കൊണ്ടുപോയവന്റെ സെൽഫോൺ എടുത്ത് പരിശോധിച്ചു. അതിൽ നിന്ന് എന്തെങ്കിലും വിവരം കിട്ടുമോ എന്ന് നോക്കുവാൻ തുടങ്ങി. ഇതേസമയം മറുവശത്ത് പോലീസ് ഡിറ്റക്റ്റീവ് സിമനോട്ടിക്കും ആളുകൾക്കും മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട കുറെ വിവരങ്ങൾ കിട്ടിയിരുന്നു. അതിനനുസരിച്ച് വേഷം മാറിക്കൊണ്ട് തെരേസ കൈമാറ്റം ചെയ്യുന്നിടത്ത് ചെന്ന് തെരേസയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം സിമനോട്ടി ആരംഭിച്ചു. പക്ഷേ വേഷം മാറിയെത്തിയെങ്കിലും അവിടുത്തെ ആളുകൾക്ക് സിമനോട്ടിയെയും ആളുകളെയും മനസ്സിലായി. അതോടെ ഒരു ഷൂട്ടൌട്ട് തന്നെ അരങ്ങേറുകയായിരുന്നു. മറുവശത്ത് ലിയോ ആകട്ടെ തട്ടിക്കൊണ്ടുപോയവന്റെ സെൽഫോണുമായി തന്റെ ഒരു സുഹൃത്തിനെ കാണാനെത്തി. കമ്പ്യൂട്ടർ വിദഗ്ധനായ ആ സുഹൃത്തിന്റെ സഹായത്തോടെ തട്ടിക്കൊണ്ടുപോയവന്റെ ഫോൺ പരിശോധിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമോ എന്ന് നോക്കുവാൻ അവൻ ആരംഭിച്ചു. ആ സമയം കഥ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. അഫ്ഗാനിലെ ലിയോണിഡയുടെ അവസാന മിഷനിൽ വെച്ച് ലിയോണിഡയ്ക്ക് തന്റെ കീഴിലുള്ള മുഴുവൻ ആളുകളെയും നഷ്ടപ്പെട്ടിരുന്നു. ആകെ രക്ഷപ്പെടാൻ സാധിച്ചത് ലിയോക്ക് മാത്രമാണ്. അത് ലിയോയെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് തള്ളിവിട്ടു. തന്റെ സഹപ്രവർത്തകരുടെ മുഴുവൻ മരണത്തിന്റെയും ഉത്തരവാദിത്തം തന്നിലേക്ക് വന്നു ചേരുന്നതായി ക്യാപ്റ്റനായ ലിയോക്ക് തോന്നിയിരുന്നു. ലിയോയുടെ ആ സുഹൃത്ത് അന്ന് ലിയോയോട് സംസാരിച്ചു. അന്നത്തെ മരണങ്ങളൊന്നും നിന്റെ തെറ്റായിരുന്നില്ലെന്നും ഒരു മിഷൻ ഇറങ്ങുമ്പോൾ എല്ലാവരും മരണം മുമ്പിൽ കണ്ടാണ് ഇറങ്ങുന്നതെന്നും നിനക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി അന്നേ നീ ചെയ്തിരുന്നു എന്നും പറഞ്ഞ് ആശ്വസിപ്പിച്ചു. എന്നിരുന്നാൽ തന്നെയും ലിയോണിഡയ്ക്ക് അപ്പോഴും തന്റെ സഹപ്രവർത്തകരുടെ മരണത്തിന് താനും കാരണമാണ് എന്ന് തോന്നിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അധികം വൈകാതെ കൂട്ടുകാരനിൽ നിന്നും തട്ടിക്കൊണ്ടുപോയവന്റെ ഫോൺ പരിശോധിച്ച് കുറച്ച് വിവരങ്ങൾ ലിയോക്ക് കിട്ടി. തട്ടിക്കൊണ്ടുപോയവൻ തെരേസയെ ആർക്കാണ് വിറ്റത് എന്നതിലുണ്ടായിരുന്നു. വൈകാതെ കിട്ടിയ വിവരമനുസരിച്ചുള്ള ലൊക്കേഷനിലേക്ക് ലിയോ പുറപ്പെട്ടു ചെല്ലുകയാണ്. ലിയോ പിന്നാലെ താൻ എത്തിച്ചേർന്ന കെട്ടിടത്തിന്റെ അകത്തേക്ക് ഒളിഞ്ഞു കടന്നു. അവിടെ നേരത്തെ തട്ടിക്കൊണ്ടുപോയവന്റെ ഗേൾഫ്രണ്ട് ബന്ദിയായിട്ടുണ്ടായിരുന്നു. മൊസാട്ട് എന്നൊരു മാഫിയ തലവനായിരുന്നു അവളെ ബന്ദിയാക്കി വെച്ചിരുന്നത്. മൊസാട്ട് മനുഷ്യക്കടത്തും മയക്കുമരുന്ന് വ്യാപാരവും ഒക്കെ ചെയ്യുന്ന വലിയൊരു ക്രിമിനലാണ്. തെരേസയുടെ തട്ടിക്കൊണ്ടുപോവൽ പോലീസിന്റെ ശ്രദ്ധയിലെത്തിയതും തന്റെ ക്രൈം സിൻഡിക്കേറ്റ് തന്നെ പോലീസിന്റെ വെളിച്ചത്തിലേക്ക് വന്നതും മൊസാട്ടിനെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നുണ്ടായിരുന്നു. തെരേസയെ കണ്ടെത്താൻ പോലീസ് തന്റെ കുറെ ആളുകളെ അടക്കം ഇല്ലായ്മ ചെയ്തിരിക്കുന്നു. ദേഷ്യം കനത്ത മൊസാട്ട് തന്റെ ബിസിനസിന് ആഘാതമേൽപ്പിച്ച് തെരേസയെ തട്ടിക്കൊണ്ടുപോയി കൈമാറിയ അവളുടെ ബോയ് ഫ്രണ്ടിനോടുള്ള കലികൊണ്ട് ബന്ദിയാക്കിയിരുന്ന ലേഡിയെ കൊലപ്പെടുത്തുകയാണ്. ഒളിച്ചു നടന്നിരുന്ന ലിയോണിഡോ ഒടുവിൽ തെരേസയെ കണ്ടു. തന്റെ അച്ഛൻ എത്തിച്ചേർന്നത് തെരേസയും തിരിച്ചറിഞ്ഞിരുന്നു. അവളോട്
സമാധാനത്തോടെ ഇരിക്കുവാൻ ലിയോ പറഞ്ഞു. ലിയോ തെരേസയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ആരംഭിച്ചു. പക്ഷേ ശ്രമത്തിനിടയിൽ മൊസാട്ടിന്റെ കയ്യാളായ ഒരാൾ ലിയോയെ നോക്കിക്കാണുകയാണ്. അതോടെ അവിടെ ഒരു ഫൈറ്റ് ഉടലെടുത്തു. തെരേസ ഉടനടി അവിടെ നിന്ന് മറ്റൊരാളാൽ മാറ്റപ്പെടുകയും ചെയ്തിരുന്നു. പിന്നെ അവിടെ നടന്നത് ശക്തമായ പോരാട്ടമായിരുന്നു. മൊസാട്ടിന്റെ മുഴുവൻ ആളുകളുമായും ലിയോണിഡോയ്ക്ക് ഫൈറ്റ് ചെയ്യേണ്ട വന്നു. ആദ്യഘട്ടത്തിലെ മൊസാട്ടിന്റെ ആളുകളേക്ക് ഇടിച്ചു വീഴ്ത്തി ലിയോണിഡോ താഴേക്കിറങ്ങി ചെന്നു. അപ്പോഴേക്കും ഏറ്റ പരിക്കിനാലും കത്തിക്കുത്തേറ്റ മുറിവിനാലും ലിയോ അവശതയിലായിരുന്നു. താഴേക്കിറങ്ങി ചെന്ന ലിയോ ചെന്നുപെട്ടത് മൊസാട്ടിന്റെ വലങ്കയ്യായ ശക്തനായ കയ്യാളിന്റെ അടുത്തേക്കായിരുന്നു. അയാളുമായും ശക്തമായ ഏറ്റുമുട്ടൽ ലിയോക്ക് നടത്തേണ്ട വന്നു. ഒടുവിൽ ലിയോയെ അടിച്ചു വീഴ്ത്തിയ അയാൾ അടുത്തുള്ള പൂളിലേക്ക് ലിയോയെ എടുത്തിടുകയാണ്. ലിയോ മരണപ്പെട്ടു എന്നയാൾ ചിന്തിച്ചിരുന്നു. ഇതേസമയം മറുവശത്ത് പോലീസ് ഓഫീസിൽ മറ്റിയോ തന്റെ അച്ഛന്റെ പഴയൊരു വീഡിയോ ക്ലിപ്പിംഗ് കാണുകയായിരുന്നു. പട്ടാള ജനറലുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സംഭാഷണമായിരുന്നു അത്. അന്ന് മിലിറ്ററിയിൽ ഏറെ ബഹുമാനിക്കപ്പെടുന്ന സ്പെഷ്യൽ ഫോഴ്സസ് ഓഫീസറായിരുന്ന ലിയോണാർഡോ അഫ്ഗാനിലേറ്റ ആഘാതം കൊണ്ട് ട്രോമ കൊണ്ട് കഷ്ടപ്പെടുകയായിരുന്നു. അതിന്റെ ചികിത്സയ്ക്കും മറ്റുമായിട്ടായിരുന്നു ലിയോ പട്ടാളം വിട്ടതും കുടുംബത്തിൽ നിന്ന് അകന്നു നിന്നതും. ആ വീഡിയോ ഒക്കെ കണ്ട ശേഷമായിരുന്നു അച്ഛൻ എന്തിനാണ് കുടുംബം വിട്ടു നിന്നത് എന്ന് മറ്റിയോ മനസ്സിലാക്കുന്നത്. അതുവരേക്കും അച്ഛൻ തങ്ങളെ ഉപേക്ഷിച്ചു പോയി എന്ന് മാത്രമേ അവൻ കരുതിയിരുന്നുള്ളൂ. അത്രനാളും അച്ഛനോട് മോശമായി പെരുമാറിയതിന് മറ്റിയോക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. അടുത്ത ദിവസം മറ്റിയോയും അമ്മയും കൂടി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരുന്ന ലിയോണിഡോയെ കാണാൻ ചെല്ലുകയാണ്. മൊസാട്ടിന്റെ കെട്ടിടത്തിലേക്ക് വിവരം കിട്ടി പോലീസ് സംഘം എത്തിയിരുന്നു. ആ സമയം പരിക്കേറ്റ ലിയോയെ അവരാണ് കണ്ട് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചത്. ലിയോ മരണപ്പെട്ടിരുന്നില്ല. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും പോലീസിന് മൊസാട്ടിനെയോ കയ്യാളുകളെയോ തെരേസയെയോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തെരേസയുമായി അതിനോടകം അവർ അവിടെ നിന്ന് കടന്നു കളഞ്ഞിരുന്നു. കുറച്ചു കഴിഞ്ഞ് മറ്റിയോ തന്റെ അച്ഛന്റെ അടുത്തേക്ക് ചെന്നു. ലിയോണിഡോ മകനെടുക്കൽ തന്റെ കയ്യിലെ വിലങ്ങഴിക്കാൻ പറഞ്ഞു. ലിയോ പ്രശ്നങ്ങൾക്കൊന്നും പോവാതിരിക്കാൻ പോലീസ് ലിയോയെ ബന്ധിച്ചതായിരുന്നു. അച്ഛൻ പറഞ്ഞതനുസരിച്ച് മറ്റിയോ അത് ചെയ്തു. ലിയോ എഴുന്നേറ്റതും ഒരു പോലീസുകാരൻ തോക്ക് ചൂണ്ടി ലിയോക്കെതിരെ വന്നിരുന്നു. പക്ഷേ ലിയോ നൊടിയിടയിൽ പോലീസുകാരന്റെ തോക്ക് തന്റെ കൈക്കലാക്കി. ശേഷം പോലീസുകാരനെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി നാട്ടിലുള്ള മൊസാട്ടിന്റെ മുഴുവൻ പ്രോപ്പർട്ടികളെ പറ്റിയുള്ള വിവരങ്ങൾ ചോദിച്ചറിയാൻ പറഞ്ഞു. മൊസാട്ട് തന്റെ ഏതെങ്കിലും പ്രോപ്പർട്ടിയിൽ ഒളിച്ചു താമസിക്കുകയായിരിക്കും എന്ന് ലിയോ ചിന്തിച്ചിരുന്നു. ഒഴിഞ്ഞ ഒരു ബഹുനില കെട്ടിടം ഒറ്റപ്പെട്ട ഇടത്ത് മൊസാട്ടിനുണ്ടെന്ന് മനസ്സിലാക്കിയതും മൊസാട്ട് അവിടെയായിരിക്കും ഉണ്ടാവുക എന്ന് ലിയോ കണക്കുകൂട്ടി. വൈകാതെ ആ പോലീസുകാരനെ ബന്ദിയാക്കി നിർത്തി അവിടെ നിന്നും മകൻ മറ്റിയോക്കൊപ്പം ലിയോ രക്ഷപ്പെട്ടിറങ്ങുകയാണ്. മറ്റിയോ കാർ ഓടിച്ചു. ലിയോയും മറ്റിയോയും ലക്ഷ്യസ്ഥാനത്തേക്ക് പുറപ്പെട്ടു. പക്ഷേ പകുതി ദൂരം പിന്നിട്ടതും മറ്റിയോയോട് അവിടെ ഇറങ്ങിക്കോളാനും തനിക്ക് വേണ്ടി കാത്തുനിന്നോളാനും തെരേസയുമായി താൻ മടങ്ങി വന്നോളാം എന്നും പറഞ്ഞ് ലിയോ മുമ്പോട്ടുള്ള യാത്ര തുടങ്ങി. കഥ ചുരുക്കി പറഞ്ഞാൽ ലിയോ ഒടുവിൽ ആ കെട്ടിടത്തിലേക്ക് എത്തിച്ചേരുകയാണ്. തെരേസയെ ബന്ദിയാക്കി വെച്ചിരുന്ന മൊസാട്ടും സംഘവും ഒളിച്ചു താമസിച്ചിരുന്ന കെട്ടിടത്തിലേക്ക്. അവിടെത്തിയ ലിയോ ആക്രമണത്തിലേക്ക് കടന്നു. മൊസാട്ടിന്റെ ഓരോ കയ്യാളിനെയും ഒന്നൊന്നായി ലിയോ വകവരുത്തി. ഇതേസമയം മറുവശത്ത് മൊസാട്ട് ആകട്ടെ തെരേസയുടെ വിലപേശൽ നടത്തുകയായിരുന്നു. ലിയോയുടെ വരവ് മൊസാട്ടിനെ അസ്വസ്ഥനാക്കി. പാനിക്കായ മൊസാട്ട് ലിയോയെ ആക്രമിക്കാൻ തുടങ്ങി. പക്ഷെ ഒരു ഘട്ടത്തിൽ കാര്യങ്ങൾ തന്റെ കയ്യിലേക്കെടുത്ത ലിയോ മൊസാട്ടിനെ ആക്രമിച്ച് ഉയരത്തിൽ നിന്നും താഴേക്ക് വീഴ്ത്തുകയാണ്. ഏറ്റവും ഒടുവിൽ സുരക്ഷിതയായി തന്റെ മകൾ അവശതയിൽ ഒരു മുറിയിൽ കിടക്കുന്നത് ലിയോ കണ്ടെത്തി. മകൾക്കടുത്തേക്ക് അയാൾ കടന്നു ചെന്നു. പക്ഷേ തെരേസയും എടുത്ത് ലിയോ ഇറങ്ങാൻ പോയപ്പോഴേക്കും അങ്ങോട്ടേക്ക് മൊസാട്ടിനടുത്ത് കച്ചവടം പറയാനെത്തിയ മാഫിയ ബോസ് എത്തിച്ചേർന്നിരുന്നു. അയാൾ ലിയോക്ക് നേരെ തോക്ക് ചൂണ്ടി. ആ ഒരു നിമിഷത്തിൽ എന്ത് ചെയ്യണം എന്ന് ലിയോക്കൊരു പിടിയുമുണ്ടായിരുന്നില്ല. ഭാഗ്യവശാൽ അപ്പോഴേക്കും പോലീസ് സംഘം എത്തിച്ചേർന്നു. മാഫിയ ബോസിനെ വെടിവെച്ച് വീഴ്ത്തി. ലിയോയും മകൾ തെരേസയും സുരക്ഷിതരായി. വൈകാതെ തുടർ ചികിത്സയ്ക്കും മറ്റുമായി തെരേസ ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടു. സിമിനോട്ടിയോട് ലിയോ നന്ദി പറഞ്ഞു. കേസ് സോൾവ് ചെയ്യാൻ സഹായിച്ചതിന് ലിയോയോട് സിമിനോട്ടിയും. ഏറ്റവും ഒടുവിൽ തന്റെ കുടുംബത്തിനടുത്തേക്ക് തെരേസ എത്തിച്ചേരുകയാണ്. ഏറെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമായിരുന്നു അത്. ഏഞ്ചലയും മറ്റിയോയും മകൾക്കൊപ്പം സ്നേഹം പങ്കിടുന്നത് ലിയോ കുറച്ചുനേരം നോക്കി നിന്നു. ശേഷം അവിടെ നിന്ന് നടന്നകലാൻ തുടങ്ങി. തന്റെ കുടുംബം ഒന്നിച്ച് സന്തോഷത്തിലെത്തിയിരിക്കുന്നു എന്നൊരാശ്വാസം ലിയോക്കുണ്ടായിരുന്നു. ലിയോ നടന്നു നീങ്ങുമ്പോൾ മറ്റിയോ ഓടിച്ചെന്നു. അച്ഛനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, വീട്ടിലേക്ക് അച്ഛൻ തിരികെ വരണം, ഞങ്ങളുടെ കൂടെ ജീവിക്കണം. പക്ഷേ എന്നിരുന്നാലും ലിയോണിഡോ ഇപ്പോൾ അതിന് സാധിക്കില്ലെന്ന് പറഞ്ഞു. തന്റെ മെന്റൽ കണ്ടീഷൻ റീകവർ ചെയ്യാൻ താൻ പരമാവധി ശ്രമിക്കുമെന്നും ഭേദമായാലുടൻ നിങ്ങളിലേക്ക് തിരികെയെത്തും എന്ന് ലിയോ അവന് വാക്കും കൊടുത്തു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്.
രസകരമായ ഈ ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.